ഏറ്റവും കൂടുതൽ അതിനെ നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ച് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 ഷിഫ്റ്റുകളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പലപ്പോഴും നമ്മുടെ ഈവനിംഗ് ഷിഫ്റ്റ്. ഇന്നലെ ആണെങ്കിലും അതെ, ഈവനിംഗ് 12 മണി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷിഫ്റ്റ് എൻഡ് ചെയ്യുന്ന സമയം. റൂമിൽ വന്നു നമുക്ക് ല്ലേ നമ്മുടെ എന്താ പറയാ, റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. എടുക്കാനാണെങ്കിലും മോർണിംഗിൽ ഇങ്ങനെ ഒരു സെഷൻ ഉണ്ട്. അപ്പൊ 7 AM ലീഡേഴ്സിന്റെ കോൾ ഒക്കെ വരുന്ന സമയത്ത് ഞാനും അല്ലെ പലപ്പോഴും അത് പറ്റില്ല, സാധിക്കില്ല, കാരണം ഉറങ്ങിയിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു ബിഗിനിങ്ങില്. അപ്പൊ അതൊക്കെ ഇപ്പോഴും ഉണ്ടാവും. ഇപ്പൊ നമ്മളെ പല ലീഡേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടാവും, വിളിക്കുന്നുണ്ടാവും, 7 AM കേട്ട് നോക്ക് അല്ലെങ്കിൽ കേൾക്ക് എന്നൊക്കെ. പക്ഷെ ഇത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അല്ലെ മാറ്റങ്ങൾ കൊണ്ട് കുറച്ച് ആളുകൾക്കൊക്കെ പെട്ടെന്ന് അങ്ങനെ തോന്നാം അല്ലെ. എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എപ്പോഴും ZSDM ലീഡർ ആയിട്ടുള്ള നമ്മുടെ ജിഷ്ണു സാർ ഓർക്കാതെ പറ്റില്ല. കാരണം സാറിന്റെ ഓരോ 7 AM ക്ലബ്ബുകളും ഒക്കെ അറ്റൻഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് സാറിന് ഉണ്ടാകുന്ന പല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട്, കണ്ടുകൊണ്ട്, കേട്ടുകൊണ്ട്, അപ്പൊ അതിനൊക്കെ എന്റെ റൂംമേറ്റ്സിനും അതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നാൽ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ എവിടെയും എത്തില്ല, എനിക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെയാണ് ഞാനും എന്ത് ചെയ്യാൻ പറ്റിയത്, പതുക്കെ ഒന്ന് ചൂട് മാറി 7 AM ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കി അത് കേട്ടതിന് ശേഷം നമ്മൾക്ക് ഇതൊക്കെ സാധ്യമാവോ എന്നുള്ള ഒരു ചിന്തയിലേക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോ ഇത്രയും ഭംഗിയായിട്ട് സംസാരിക്കുന്നതിനും അതായത് അത്ര ഭംഗിയല്ല എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഈ ഒരു പ്രോഗ്രാമിലൊക്കെ സംസാരിക്കുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ മാറിയിട്ടുള്ളത്. എപ്പോഴും നിങ്ങൾ തുടക്കക്കാരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആഴ്ച കൊണ്ടോ ഒന്നുമല്ല. ചിലപ്പോൾ ചിലവർക്ക് നല്ല രീതിയിൽ സാധിക്കുമായിരിക്കാം. പക്ഷെ നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നേരത്തെ സുരേഷ് സാർ പറഞ്ഞ പോലെ നമ്മൾ എന്തായാലും ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. അപ്പൊ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു ബിസിനസ്സിൽ വരുമ്പോൾ കുറെ നെഗറ്റീവ്സ് ഒക്കെ ഇതിനുണ്ട് അല്ലെ. അതൊന്നും ഞാൻ ഇനി പറഞ്ഞു പോവാ, നിങ്ങളെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും പല കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ ചിന്താഗതികൾ ഇവിടെ വരുമ്പോ കുറച്ചൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ നമ്മളൊരു ചാനലോ അല്ലെങ്കിൽ ഇപ്പൊ ഇതിൽ വരുന്ന ആളുകളൊക്കെ ഒരു ലിസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ അടുത്ത ആളുകളോടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലപ്പോഴും നെഗറ്റീവ്സ് ആണ് കേൾക്കുക അല്ലെ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയായിരുന്നു. ഇതിൽ വന്നതിന് ശേഷം അല്ലെ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് പ്രതിസന്ധികളും, എല്ലാവരും ഒരു നല്ല അഭിപ്രായമോ കാര്യങ്ങളോ ഒന്നും അല്ല ആരും പറഞ്ഞത്. കാരണം ഈ മേഖല എങ്ങനെയാണ്, അതാണ് ഇതാണ് എന്നൊക്കെയുള്ള കുറെ എന്താ പറയാ നമുക്ക് ഒബ്ജക്ഷൻസ് ആണ് അന്ന് നമ്മൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ മാറാൻ തയ്യാറായില്ല. നമ്മളെന്താ പറയില്ലേ, നമ്മളെ ബന്ധുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ, ഇപ്പൊ ഇന്ന് നമുക്ക് നമ്മളൊരു ചാനൽ, എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ നല്ലൊരു വേറെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാല് അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തില് അല്ലെങ്കിൽ അതിനെ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ വേറെ കമന്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരിക്കലും നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ സുഹൃത്തുക്കളോ കാണില്ല അല്ലെ. ചിലപ്പോ പുറത്തു നിന്നുള്ള ആളുകളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു ലിസ്റ്റ് ഒക്കെ മേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിലവരെ കണ്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ബിസിനസ് തുടങ്ങും, ഒന്നുകിൽ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ. പക്ഷെ നിങ്ങളൊന്നും ആലോചിക്കുക, അവരാരും നമ്മുടെ കൂടെ അല്ലെ, അവരൊന്നും വരുന്നുണ്ടാവില്ല. അവരാരും അല്ല നമ്മുടെ ബിസിനസിനെ കൊണ്ടുപോവുക. ചിലപ്പോ നോക്ക്, നമ്മൾ ഓരോ റാങ്കുകളിലേക്ക് എത്തുമ്പോ, ഇപ്പൊ നമ്മളൊരു സെയിൽസ് മാനേജർ അല്ലെങ്കിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് റാങ്കുകൾ എത്തിച്ചിട്ടുള്ള ആളുകളൊന്നും അല്ല ചിലപ്പോ നമ്മളൊരു സെയിൽസ് മാനേജർ അബവ്, അല്ലെങ്കിൽ ഒരു SC ആണെങ്കിൽ ഒരു സെയിൽസ് മാനേജർ അബവ്, അല്ലെങ്കിൽ ഒരു DSMO അല്ലെങ്കിൽ മുന്നിലേക്ക് പോകുന്ന റാങ്കുകളിലേക്ക് നമ്മളെ എത്തിക്കാം. അപ്പൊ എന്താ പറയാ, നമ്മള് അപ്പൊ അവിടെ നമ്മളെ സംബന്ധിച്ചൊക്കെ നമ്മൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറണം അല്ലെ. നമ്മുടെ ചിന്തകള് അതേപോലെ നമ്മുടെ ടീം മാറണം. ഓരോ റാങ്കുകളിലേക്ക് എത്തിക്കുന്നതിന് ചിലപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മളെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ മാറാൻ തയ്യാറാവുക. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ നമ്മളെ ഈ ഒരു റാങ്കിലേക്ക് എത്തിച്ച ആളുകൾ ഇല്ലെങ്കിലും നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ള ഒരു വിശ്വാസം അല്ലെ നമുക്ക് ഉണ്ടാവണം. അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റണം. എന്നാൽ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചൊക്കെ, ഇപ്പൊ ഇതെന്താന്ന് വെച്ചാല് കുറെ ആളുകൾക്കെങ്കിലും തോന്നാം, പലപ്പോഴും ഞാനും സംസാരിക്കുന്ന സമയത്ത് പലരും എൻ്റെ അടുത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ടോപ്പിക്കാണ് അല്ലെ, നമ്മുടെ കൂടെയുള്ളവര് അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മളെ സ്വയമേ മാറാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്, സ്വയമേ നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പുറകിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ ബിസിനസ്സിൽ നമുക്ക് നല്ല രീതിയിൽ
രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന അപ്രീഷിയേഷൻസും കയ്യടികളും ഒക്കെ അതൊക്കെ വേണ്ടത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു സെൽഫ് മോട്ടിവേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ അപ്രീഷിയേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് പോകാതെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ടാർഗറ്റ് നമുക്ക് നിശ്ചയിക്കാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ നമ്മൾക്ക് എന്താ പറയാ നമ്മുടെ ഒരു ഡെവലപ്മെന്റ് അല്ലെ, ഒരു റാങ്കിലേക്കും ഓരോ റാങ്കുകളിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ പുതുതായിട്ട് ഒരു ആളാണ് നിങ്ങൾ ജോയിൻ ചെയ്ത് അധികം നാളുകളായിട്ടില്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഒരു റാങ്ക് നമുക്ക് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു ടീം ഉണ്ടാവണം അല്ലെ. ഇപ്പൊ വന്ന ആളുകളല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അല്ലെ അടുത്തൊരു ആളുകളിലേക്ക് അവരെ ഒരിക്കലും ഒഴിവാക്കിക്കൊണ്ടല്ല, അവരെ നിർത്തിക്കൊണ്ട് തന്നെ അവരെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അടുത്ത ഒരു റാങ്കുകളിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഓരോ ആളുകൾക്കും സാധിക്കണം. അങ്ങനെയുള്ള ഒരു എന്താ പറയാ ചിന്താഗതിയിലേക്ക് നമ്മുടെ ചിന്താഗതി നമ്മൾ മാറ്റി കൊണ്ടുവരാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇതില് നമുക്ക് അല്ലെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്, 3 കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ എപ്പോഴും നമുക്ക് ഉയർച്ചയിലേക്ക് വേണ്ടി വരിക. അതായത് എന്താ പറയാ ഇങ്ങനെയുള്ള ഒരു എന്താ ചിന്തകളിലോ കാര്യങ്ങളോ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും ഈ ഒരു ബിസിനസ്സിൽ നിന്നല്ല നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യേണ്ടി വരില്ല, ഗീവ് അപ്പ് ചെയ്യേണ്ടി വരില്ല, അല്ലെങ്കിൽ ഇത് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരില്ല. അതില് 3 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതായത് നല്ല കാര്യങ്ങൾക്ക് അല്ലെ കുറച്ച് ടൈം നമ്മൾക്ക് എടുക്കും അല്ലെ. നല്ലൊരു കാര്യങ്ങൾ എന്ത് കാര്യങ്ങളും ഗ്രേറ്റ് തിങ്സ് ടേക്ക് എ ടൈം എന്നാ പറയാ. അതായത് നല്ല കാര്യങ്ങൾ നമ്മൾക്ക് സംഭവിക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. കാരണം ഇപ്പൊ നമുക്കൊരു നമ്മളെ വീട്ടിൽ ഒരു ചെടിച്ചട്ടിയിൽ അല്ലെ ഒരു പൂവ് അല്ലെങ്കിൽ ചെടി നമ്മൾ നട്ടു നനച്ചു. അപ്പൊ അതിനൊരു പൂവ് ഉണ്ടായി വരാൻ ഇപ്പൊ ഒരു റോസാ പൂവാണെന്ന് വിചാരിക്കാം. അത് ഉണ്ടായി വരാനായിട്ട് നമുക്കൊരു സമയം എടുക്കൂലെ. അതിന് എന്താ പറയാ നല്ല വളം അതേപോലെ തന്നെ വെള്ളം ഇതൊക്കെ കൊടുത്ത് അല്ലെ അതിനെ പരിപാലിച്ച് അതിനെ നോക്കി അല്ലെ അത് ഉണങ്ങിപ്പോവാതെ വാടാതെ കരിയാതെ അതിന് നമുക്കൊരു സമയം എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഏതൊരു കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പൊ അങ്ങനെ ഒരു പൂ വിരിഞ്ഞു വരുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമ്മൾക്ക് ഉണ്ടാവും. അപ്പൊ അതിന് ആ ഒരു സമയം എടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഇവിടെ റാങ്ക് ആയിരിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അടുത്ത റാങ്കുകളായിരിക്കാം. ഇതിനൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഒരു സമയം എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മളെപ്പോഴും ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഒരു ഒരു ശില്പം ഉണ്ടാക്കാൻ അല്ലെ, അത് കൊത്തി ആ കല്ലില് അതിനൊക്കെ ഒരു സമയമുണ്ട്. എന്തൊരു കാര്യത്തിനും ഒരു സമയമുണ്ട്. അപ്പൊ നമ്മള് മനസ്സിൽ നമ്മൾ ഉൾക്കൊണ്ടേണ്ട ഏറ്റവും വലിയ കാര്യങ്ങള് നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സമയം എടുക്കും. അപ്പൊ അത് ക്ഷമയോടെ നമ്മൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എപ്പോഴും ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ അല്ലെ സ്മാർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും കൂടെ സാധിക്കണം. അപ്പൊ അങ്ങനെ പ്രതീക്ഷ കൈവിടിയാതെ നമുക്ക് ക്ഷമയോടെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ നമ്മളെ സംബന്ധിച്ച് എല്ലാ നല്ല കാര്യങ്ങളും അതിൻ്റെതായ ഒരു സമയം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് സംഭവ്യമാകും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഓരോരുത്തരും നിശ്ചയിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മള് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തോൽക്കാൻ തയ്യാറാവാതെ വീണ്ടും വീണ്ടും അല്ലെ പരിശ്രമിക്കുമ്പോൾ നമ്മളിലേക്ക് വിജയം വരുമെന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെയാണെങ്കിലും ഇല്ലെ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോ ഒരു സെവനെ നമ്മള് ഏറ്റെടുക്കാൻ പറയുമ്പോൾ, ചിലപ്പോ ഒരു MC ചെയ്യാനായിട്ട് ലീഡേഴ്സ് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പേടി ഉണ്ടാവാം. എന്നിരുന്നാൽ കൂടെ അല്ലെ എന്നെ സംബന്ധിച്ചും ഒരു മെഗാ പ്രോഗ്രാം അല്ലെങ്കിൽ വേറൊരു എന്തെങ്കിലും ഒരു സ്റ്റേജ് പ്രോഗ്രാം ഇതൊക്കെ വരുമ്പോ എല്ലാവർക്കും ഉണ്ടാകുന്ന, പക്ഷെ നമ്മൾ ആ ഒരു പേടി അല്ലെ അതൊരു അദൃശ്യമായ ചങ്ങലയാണ് നമ്മളെ ബന്ധിച്ചിരുന്നത്. അത് ഒന്ന് ബ്രേക്ക് ചെയ്താൽ, അതിനൊന്ന് പൊട്ടിച്ചു കളഞ്ഞാൽ നമ്മൾക്കും സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതെപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ടാവും നമ്മുടെ വായനകളിലൂടെ അല്ലെങ്കിൽ ഒക്കെ മനസ്സിലാക്കുന്നുണ്ടാവും. എന്നാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലെ ഒരു പേടി. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ വരുന്ന നമ്മളാണെങ്കിലും നമ്മൾ എല്ലാവരും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് അല്ലെ തോൽക്കാൻ തയ്യാറാകാതെ വീണ്ടും വീണ്ടും പരിശ്രമിക്കുമ്പോൾ നമുക്ക് എന്തായാലും വിജയം നമ്മളിലേക്ക് തന്നെ വരും എന്നുള്ളതാണ്. കാരണം ഇവിടെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു MC കാര്യങ്ങളോ ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് റോൾ നമ്മൾ കയറുമ്പോൾ ടെൻഷൻ ഉണ്ട് എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും പുറകിലേക്ക് നിൽക്കല്ല ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടൈം അല്ല അത് തന്നെ നമ്മൾ ആവർത്തിക്കുക എന്നുള്ളതാണ്. അത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോ നമുക്ക് അത്രേ അറിയുണ്ടാവുള്ളൂ, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കുന്നതിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും. നീ സംസാരിക്കാനുള്ള ഒരു മടിയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്വയമായ ഒരു കോൺഫിഡൻസ് നമ്മൾക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറ്റുന്നുള്ളു. അപ്പൊ തോൽവികളാണ് എപ്പോഴും നമ്മുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. തോൽക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, കൂടുതൽ ശക്തരാവാനായിട്ട് അല്ലെങ്കിൽ വിജയത്തിലേക്ക് അടുക്കുകയാണ് ശരിക്കും ചെയ്യുക. കാരണം തോൽവികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലെ. നമ്മളൊരു ഇൻവിറ്റേഷനിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പ്രസന്റേഷനിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു സെയിലിന്റെ കേസിലായിക്കോട്ടെ, ഒക്കെ നമുക്ക് അവിടെ ഒരു തോൽവി വന്നാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യും, പതറരുത്. നമ്മളെ സംബന്ധിച്ച് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങുക. അവിടെ എന്താണ് എനിക്കൊരു പ്രോബ്ലം വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അല്ലെ നമുക്കത് പറ്റാതെ പോയത് എന്നുള്ളത് നമ്മളൊരു തിരിച്ചറിവ്. അപ്പൊ ആ ഒരു തിരിച്ചറിവിലൂടെ നമ്മൾ അവിടെ ഒരു കാര്യം പുതുതായിട്ട് പഠിക്കുകയാണ്. ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഒരു പുതിയ കാര്യം പഠിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയി. അടുത്തൊരു സമയം നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അടുത്തൊരു രീതിയിൽ നമ്മളൊരു സെയിൽസിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് അതൊരു നമ്മുടെ ഒരു പാഠമായിട്ട് അല്ലെ, നമ്മൾ ആ ഒരു വീഴ്ചയിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമുക്ക് അവിടെ